തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. നമുക്കൊരു ആധികാരികമായ എക്സിറ്റ് പോൾ ഫലം ആദ്യം തന്നെ ലഭിച്ചിരിക്കുകയാണ്. വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഒരുപാട് ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് വരുന്ന സർവേകളെക്കാളും എന്നും ആധികാരികതയുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതറിയാൻ ജനങ്ങൾ കാത്തു നിൽക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ഒരു തട്ടിക്കൂട്ട് ആയതുകൊണ്ട് അത്രയ്ക്കും ആധികാരികമായിരിക്കില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ പോലെയുള്ള വിശ്വസിക്കാവുന്ന ഏജൻസികൾ അത് പിറ്റേ ദിവസം മാത്രമേ പുറത്തു വിടാറുള്ളൂ. എന്നാൽ ഇത്തവണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1-2 25 ദിവസമാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശേഖരിക്കാനായി ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ഇപ്പോഴും ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് മീഡിയ ഗ്രാമത്തിന് ലഭിച്ചിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക പരസ്യപ്പെടുത്തൽ വരുന്നത് വരെ പേര് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഏജൻസി എന്ന് പറയുന്നില്ല. ഇത് ഏതാണ് ഏജൻസി എന്നും ഏതാണ് മാധ്യമമെന്നും ഞങ്ങൾ പുറത്തുവിടുന്നില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പു പറയാം, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സർവേ ഏജൻസി, ഇന്നുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ മറ്റെല്ലാവരേക്കാളും ആധികാരികത മാത്രം കാത്തുസൂക്ഷിച്ച ഒരു സർവേ ഏജൻസി, ഒരിക്കലും അനാവശ്യ പഴികേൾക്കാത്ത ഒരു ഏജൻസി എന്ന് തന്നെ പറയാം. ഇനി അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് കടന്നാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 ദിവസം സമയം കിട്ടിയതിനാൽ ജില്ലകളിൽ ഇടകലർന്ന് 1-ലധികം സംഘങ്ങൾ വളരെ വിശദമായി നടത്തിയ ഈ എക്സിറ്റ് പോൾ സർവേയിൽ ഇന്നലെ വരെ 119 മണ്ഡലങ്ങളെക്കുറിച്ചാണ് അവർ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ വ്യക്തമായ ചിത്രം അവർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിൽ 65 സീറ്റുകൾ UDF-നും 54 സീറ്റുകൾ LDF-നുമാണ് അവർ പ്രവചിക്കുന്നത്. ഇനി ബാക്കി വരുന്ന 21 സീറ്റുകളിലെ ഫലങ്ങൾ എന്തായിരിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഏറ്റവും വാശിയേറിയ മത്സരം എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ആ 21 സീറ്റുകളിലെ ഫലമായിരിക്കും വിധി നിർണ്ണയിക്കുക ഈ എക്സിറ്റ് പോൾ ഫലം പ്രകാരം. BJPക്ക് സീറ്റുകളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ ഈ സർവേ പ്രകാരം പറയാനുള്ളത്, അവർ ഫലം കണ്ടെത്തിയ 119 സീറ്റുകളിൽ ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ വിജയിക്കുമെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. അതായത് ആകെ ഈ പറയുന്ന 119 മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ 65 UDF-ഉം 54 LDF-ഉം വിജയിക്കുമെന്ന് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. സീറ്റുകളിലെ ഏത് മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കണ്ടെത്തേണ്ടത് ആ ബാക്കിയുള്ള 21 സീറ്റുകൾ ഏതെല്ലാമെന്നും ആ സീറ്റുകളിൽ ആർക്കാണ് ജയസാധ്യത ഉള്ളത് എന്നുമാണ്. അതോടെ കേരളം ആര് ഭരിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം ലഭ്യമാകും. അതായത് പുറത്തുവിട്ട 119 സീറ്റുകളുടെ പേര് ഇവിടെ പറയുന്നില്ല, കാരണം ഒരുപാട് പറയാനുണ്ട്. എന്നാൽ ഇനി വരാനിരിക്കുന്ന 21 സീറ്റുകൾ ഇവയാണ്. അത് വടക്ക് നിന്ന് തുടങ്ങിയാൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ സീറ്റുകളും അവർ നിരീക്ഷിച്ചു കഴിഞ്ഞു. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും KK ശൈലജയും മത്സരിക്കുന്ന പേരാവൂർ അവർ ഇതുവരെ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അതുപോലെ വയനാട് ജില്ലയിലെ 3 സീറ്റുകളും, അതായത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നീ സീറ്റുകൾ ബാക്കിയുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് എന്നീ സീറ്റുകളുടെ ഫലപ്രവചനവും അവർ നടത്തിയിട്ടില്ല. പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മണ്ണാർക്കാട്, ചിറ്റൂർ, തരൂർ, ആലത്തൂർ, നെന്മാറ എന്നീ സീറ്റുകളിലും അവർ എത്താൻ ബാക്കിയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചേരക്കരയിലും എത്തിയിട്ടില്ല. എന്നാൽ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും എല്ലാ സീറ്റുകളെക്കുറിച്ചും അവർ പ്രവചനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയത്താണെങ്കിൽ 3 സീറ്റുകളിൽ, അതായത് കോട്ടയം, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമേ സർവേ കഴിഞ്ഞിട്ടുള്ളൂ. പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, വൈക്കം, പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. അതുപോലെ പത്തനംതിട്ടയിലെ റാന്നി മണ്ഡലവും ചേരുമ്പോൾ ആ 21 സീറ്റുകൾ പൂർണ്ണമാവുകയാണ്. ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഏജൻസി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ടൈറ്റ് ഫൈറ്റ് ആയതുകൊണ്ട് ഇത് മാറ്റിവെച്ചതൊന്നുമല്ല. ഈ 21 മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നറിഞ്ഞ സാഹചര്യത്തിൽ ഇതുവരെയുള്ള സർവേകളും നമ്മളുടെ അസസ്മെൻറ്റും നാട്ടുകാരുടെ അഭിപ്രായമെല്ലാം ശേഖരിച്ചു നോക്കുമ്പോൾ ഈ 21 മണ്ഡലങ്ങളിലെ ഫലം ഏകദേശം നമുക്കിവിടെ വ്യക്തമാകും. അതുപ്രകാരം 21-ൽ 13 മണ്ഡലങ്ങൾ UDF-നും 5 മണ്ഡലങ്ങൾ LDF-നും ലഭിക്കുമെന്ന് ഉറപ്പിക്കാം. 3 മണ്ഡലങ്ങൾ പ്രവചനാതീതമാണ്. അതായത് പേരാവൂർ, മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ,
നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്, മണ്ണാർക്കാട്, ചിറ്റൂർ, പൂഞ്ഞാർ, കടുത്തുരുത്തി, പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ UDFിനും തരൂർ, ആലത്തൂർ, നെന്മാറ, ചേലക്കര, വൈക്കം എന്നീ മണ്ഡലങ്ങൾ LDFിനും ഉറപ്പിച്ചു പറയാം. എന്നാൽ പാലാ, കാഞ്ഞിരപ്പള്ളി, റാന്നി എന്നീ 3 കേരള കോൺഗ്രസ് മണ്ഡലങ്ങൾ പ്രവചനാതീതമാണ്. ഇതിൽ 1-2 സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന് LDFും UDFും പറയുന്നുണ്ട്. അങ്ങനെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ആധികാരികമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്ന ഒരു പ്രമുഖ മാധ്യമവും അവരുടെ ഏജൻസിയും ഒന്നിച്ചു ചേർന്നപ്പോൾ അവർ ഒപ്പിയെടുത്ത ഈ ഫലങ്ങൾ മുഖവിലക്കെടുക്കുമ്പോൾ 78-ന് മുകളിൽ സീറ്റുകൾ നേടി UDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്.